എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇത് നമ്മുടെ നാട്ടിൽ എന്താ പറയുക, പീച്ചിക്ക എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുക കേട്ടോ. ഇനി ഓരോരുത്തരുടെയും അവിടെ എന്താണ് പറയുന്നത് എനിക്കറിയില്ല. ഇവിടെ ഇതിനെന്താ പറയുന്നത്, മറാഠിയിൽ ഇത് ചിരോളിന്നോ അങ്ങനെ എന്താണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ശരിക്കുള്ള പേരെന്താ പറയുന്നത് എനിക്കറിയില്ല. പക്ഷേ ഇത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഭാജി ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ പലരും ഇത് വാങ്ങാറില്ല. കാണുമ്പോൾ കണ്ടോ ഇങ്ങനെ ഈ ഒരു മുള്ളു പോലെയുള്ളൊരു സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇത് വാങ്ങാറില്ല. പക്ഷേ ഇതുണ്ടല്ലോ നല്ല വൃത്തിയാക്കിയിട്ട് ഇതിട്ട് ഈ തോല് ഫുള്ള് കളയണം, എന്നിട്ട് വേണം ഇത് ഭാജി ഉണ്ടാക്കാൻ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഭാജിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലീൻ ആക്കുക എന്നുള്ളതും ഇതിൻ്റെ ഭാജി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ക്ലീൻ ആക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിങ്ങനല്ലോ ഇങ്ങനെ ഇതിൻ്റെ ഈ മുള്ളു മാത്രമല്ല, ഇതിൽ തോലി അടക്കം അങ്ങനെ ചീന്തി കളയണം. കണ്ടോ ഈ പച്ച കളറൊക്കെ കളഞ്ഞിട്ട് ഈ നിലയിൽ കിട്ടും. കണ്ടോ ഇങ്ങനെ ആക്കി എടുക്കണം. ഇതിങ്ങനെ ആക്കി എടുത്തിട്ട് ഇത് നന്നായി കഴുകിയിട്ട് വേണം കഷ്ണാക്കാൻ. കാരണം ഇതിൻ്റെ ഈ തൊലി ഉണ്ടല്ലോ കുറച്ചെങ്കിലും പെട്ടുണ്ടെങ്കിൽ നമുക്ക് വായിൽ പെട്ട ഒരു കിരികിരിപ്പ് വരും. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ചീന്തി കളഞ്ഞിട്ട് വേണം നമുക്ക് ഇങ്ങനെ ചീന്തി കളഞ്ഞെടുത്തിട്ട് അതിന് ശേഷം കഴുകി നാലായി കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്തിട്ട് വേണം ഇതിൻ്റെ ഭാജിയിലാക്കാൻ. അല്ലാണ്ട് വെറും അതിൻ്റെ അരിമ്പ് മാത്രം, ആ പൊന്തി നിൽക്കണ അരിമ്പ് മാത്രം കളഞ്ഞാലും തൊലി കുറച്ചെങ്കിലും പെട്ട ഇത് വായയിലൊരു കിരികിരിപ്പ് തോന്നും കേട്ടോ. അപ്പോൾ എപ്പോഴും ഇതിങ്ങനെ ക്ലീൻ ആക്കണം. എന്നിട്ട് ഭാജി ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റ് ആവും. അപ്പോൾ ശരി, ഞാൻ ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നല്ല ക്ലീൻ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ഫുൾ ആ പച്ച കളറില്ലേ അതൊക്കെ നമുക്ക് ഇങ്ങനെ കളഞ്ഞിട്ട് ഇങ്ങനെ ആക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്കിത് നാലായി ഇങ്ങനെ നടുവ് കൂടെ ഒന്ന് കീറി വീണ്ടും നടുവ് കൂടെ ഒന്ന് കീറി അങ്ങനെ നാലാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ക്ലീൻ ആക്കുമ്പോഴല്ലേ ഫുള്ള് കണ്ടോ ഈ പച്ചപ്പും പോകണം. കുറച്ചെങ്കിലും പച്ചപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കടിക്കുമ്പോൾ വായയിൽ ഒരു കിരികിരിപ്പ് തോന്നും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ ഞാനിത് തോലൊക്കെ കളഞ്ഞ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തു കേട്ടോ. കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടല്ലോ ചിലത് മൂത്തതാണെന്നുണ്ടെങ്കിൽ ഒരു കുരു വരും. ആ കുരു ഉണ്ടെങ്കിൽ കുഴു എടുത്ത് മാറ്റണം. അല്ലാതല്ല ഈ ഉള്ളിലത്തെ ഈ ചോറ് പോലുള്ളതുണ്ടല്ലോ അത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. കുരു വന്നെങ്കിൽ മാത്രം അത് മാറ്റി കളയാം. അപ്പോൾ ഈ രീതിയിൽ മുറിച്ചെടുക്കുക. ഇനി നമുക്ക് സാധാരണ ഭാജികളൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു കടായി അടുപ്പത്ത് വയ്ക്കുക, എണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിനുശേഷം കടുക് ജീരകം ഒക്കെ പൊട്ടിച്ചെടുക്കുക. അപ്പോൾ കടായി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ നന്നായി ചൂടായി വന്നിട്ട് ഈ സമയത്ത് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കടുകിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. കടുകൊന്ന് നന്നായി പൊട്ടി വരട്ടെ. അപ്പോൾ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടി വന്നു, കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച്. പിന്നെ ഞാനിപ്പോൾ ഇതിലൊരു 2 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ച് ഒരു അത്യാവശ്യം മീഡിയം ലെവലിലുള്ള 2 സവോള ഞാൻ ഇങ്ങനെ ചെറുങ്ങനെ അരിഞ്ഞിട്ട് വെച്ചിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 പച്ചമുളക് നടുവേക്ക് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്കൊരു 2 തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി നമുക്ക് വഴറ്റിയെടുക്കണം കേട്ടോ. ഉള്ളി സാധാരണ അറിയാലോ ഭാജിയിലിടുമ്പോൾ നന്നായി വഴണ്ടി വരണമെന്ന്, സാധാരണ പോലെ തന്നെ നന്നായി വഴറ്റിയെടുക്കുക. അതിന് വേണ്ടി ഇതിലേക്ക് ആവശ്യമായുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അങ്ങോട്ട് അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴണ്ടി വരാൻ ഒരു 2 മിനിറ്റ് ആവശ്യം വരും. നന്നായിട്ട് വഴറ്റി വരാം. അപ്പോൾ ഉള്ളി അത്യാവശ്യം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇത്രയാണ് ആവേണ്ടു, അല്ലാണ്ട് നല്ലോണം പിന്നെ ബ്രൗൺ കളർ അതൊന്നും ആവേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വേണ്ട മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് മസാല ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണത്തെ പോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ ഒരു കാര്യം സൂക്ഷിക്കുക, 2 പച്ചമുളക് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് ഗരം മസാലപ്പൊടി ഇത് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ വരുള്ളൂ ഈ സബ്ജിക്ക്. ഇത് എങ്ങനെയാണെന്നറിയോ, ഈ ഭാജി എങ്ങനെയാണെന്ന് വെച്ചാൽ ചോറിൻ്റെ കൂടിയും കഴിക്കാം, ചപ്പാത്തിയുടെ കൂടിയും കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ ഇങ്ങനെ ഭാജി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഭാജിയും ചപ്പാത്തിയും കൂടി ആയാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്താത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. സാധാരണ ആൾക്കാർ പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ മുകളിലത്തെ മുള്ളൊക്കെ കാണുമ്പോൾ ഒരു കിരികിരിപ്പല്ലേ, അത് കാരണം കൊണ്ട് തന്നെ വാങ്ങാണ്ട് മടിക്കും. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ. അപ്പോൾ ഗരം മസാലപ്പൊടിയും കൂടി കുറച്ച് ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ മസാലകളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള നല്ല പഴുത്ത ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇപ്പോൾ മസാലയുടെയൊക്കെ പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി നോക്കുക, ഒരുപാട് പുളിയുള്ളതൊന്നും വേണ്ട, നല്ല പഴുത്ത ഒരു തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. ഇനി സാധാരണത്തെ പോലെ തന്നെ തക്കാളി നന്നായി ഇളക്കി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് ഇത് നല്ല സോഫ്റ്റ് ആവട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി സോഫ്റ്റായി വരട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് വൃത്തിയാക്കി വെച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ഈ പീച്ചിക്കായ ഇത് ചേർത്ത് കൊടുക്കാം. പീച്ചിക്ക എന്നാണ് നമ്മൾ പറയുക, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. പീച്ചിക്കയാണ്, അല്ല പീരക്കയല്ല. പീരക്ക എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ സ്ക്രബ്ബറായി ഉപയോഗിക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പീരക്ക. ഇത് പീച്ചിക്ക എന്നാണ് നമ്മൾ പറയുക. ഇനി ഓരോ സ്ഥലത്തും ഓരോ പേരിലാവും പറയുണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ നന്നായി ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുക. കാരണം ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും, ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് കാരണം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ച് തയ്യാറാക്കിയെടുക്കാം. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാജിയുടെ പണി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കത് വേവിച്ചെടുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങോട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കഷ്ണമൊക്കെ ഇട്ടിട്ട് നന്നായി വെന്ത് മിക്സായി, ഉള്ളി തക്കാളി കഷ്ണം മസാല ഒക്കെ കൂടി മിക്സായി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബാജി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഉണ്ടാവുക. ഈ ബാജി ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക ചപ്പാത്തിയുടെ കൂടെയാണ്, പക്ഷേ ചോറിൻ്റെ കൂടെയും ഓക്കെയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇനി ഈ പച്ചക്കറി, അതായത് ഈ പീച്ചിക വാങ്ങുമ്പോൾ ആരും വാങ്ങാതെ മിസ് ചെയ്യരുത് കേട്ടോ. അതായത് അടിപൊളി ടേസ്റ്റിയാണ് ഇത്. ഇങ്ങനെ ഈ രീതിയിൽ അതിൻ്റെ ആ മുകളിലത്തെ സ്കിന്നൊക്കെ നന്നായി ചീന്തി കളഞ്ഞു കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഈ ബാജി ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ബാജി തയ്യാറാക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് എന്നതിൻ്റെ അടുത്തുള്ള തന്നെ നമ്മുടെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോഴാണ് ഞാൻ എന്നും ഇടുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ശരി, അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും ഇനി നന്ദി, നമസ്കാരം.